മനുഷ്യൻ എപ്പോഴും പൊങ്ങച്ചം നടിക്കുന്നവരാണ്. ആ പൊങ്ങച്ചം എന്ന് പറയുന്നത് ഞാൻ ഒരു വലിയ ആളാണ്, എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, പ്രതാപമുണ്ട്, നാട്ടിലെ പ്രധാന ദിവ്യനാണ് എന്ന ചിന്തകൾ. അതുപോലെ മറ്റുള്ളവരെ എല്ലാം നിസ്സാരവൽക്കരിക്കുന്ന വിധത്തിലുള്ള സമീപന രീതികൾ. എല്ലാത്തിലും നമുക്ക് പഠിക്കാനുള്ള പാഠം നമ്മുടെ നിസ്സാരതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ ഓരോ വേഷം കെട്ടാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ അംഗവൈകല്യമുള്ളവനാണോ അല്ലയോ, ഹെൽത്തിയാണോ അല്ലയോ, മറ്റേതെല്ലാം കാര്യത്തിൽ തൻ്റെ നിലപാട് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്ന സമയത്തും മനുഷ്യൻ വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് കഴിവുകളില്ല, എനിക്ക് എല്ലാ കഴിവും പ്രദാനം ചെയ്യുന്ന സർവശക്തൻ തന്നെയാണ്. ബാക്കി ഈ ദുനിയാവിൻ്റെ വർണ്ണപ്പൊലിമ കണ്ട് ഞാൻ ആ നിലയിൽ പോകേണ്ട കാര്യമില്ല, ഞാൻ ആ നിലയിലുള്ള ഒരാളാണെന്ന ഹംബിൾനെസ്, ആ സിമ്പിൾനെസ്, അത് നമ്മുടെ മനസ്സിൽ പുതുക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ സംഗതി എന്ന് പറയുന്നത്. യാതൊരു പരിവർത്തനവും തൻ്റെ ഉടലിൽ നിന്ന്, തൻ്റെ ശരീരത്തിൽ നിന്ന്, തങ്ങളുടെ ചിന്തകളിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് സ്വന്തം മനസ്സിനെ സംസ്കരിക്കുകയും ഉദാരവൽക്കരിക്കുകയൊക്കെ ചെയ്തിട്ടല്ലാതെ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ധാർമ്മിക ബാധ്യത നമുക്കില്ല എന്ന സത്യം തിരിച്ചറിയുകയാണ് നമ്മൾ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത്, നമുക്കൊരു ഒരുപാട് മേഖലയിൽ മനുഷ്യന്മാരെ സഹായിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഘട്ടത്തുമായിട്ടും പറഞ്ഞിട്ട കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മുടെ സരണി വളരെ വ്യക്തമാണ്. ആ സരണി എന്ന് പറയുന്നത് നന്മയുടെ മാർഗത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ നാട്യം കാണിക്കേണ്ട കാര്യമില്ല. വളരെ വലിയ കല്യാണം കഴിച്ചും വലിയ വലിയ സ്വാധീനം ചെലുത്തിയും അക്രമത്തിന് കൂട്ടുനിന്നും ഒക്കെ ആ പൊങ്ങച്ചം നടിക്കുന്നത് കാര്യമില്ലാത്തതാണെന്ന് മനസ്സിൽ ശക്തിയായിട്ട് പതിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സമീപന രീതി ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ തട്ടി ഉണർത്തുന്ന ഒരു പരിപാടിയായി ഞാനിന്ന് കാണുകയാണ്. എപ്പോഴും മർക്കസ് ദുആ അതിൻ്റേതായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഇതും ഞാൻ ആ വിധത്തിൽ കാണുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാം വലിയ വലിയ ചില തത്വങ്ങൾ പറയുന്നു. ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിലേക്കൊന്നും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്ന സമയത്ത്, കോളേജിൽ പറഞ്ഞയക്കുന്ന സമയത്ത് എല്ലാവരും ടെൻഷനുമായി കഴിയുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളെ നന്നാക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ആ രംഗത്ത് ഏറ്റവും വലിയ തോതിലുള്ള അപജയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിവർത്തനം ഉണ്ടാക്കാൻ ആർക്കാണ് സാധിക്കുക? ഓരോ മനസ്സും അതിനനുസരിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ഓരോ ദിവസവും കൊലപാതകങ്ങളുടെ വാർത്ത വായിക്കുന്നുണ്ട്. ആ കൊലപാതകങ്ങളുടെ വാർത്ത വായിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇക്കാലം വരെ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഉള്ള കൊലപാതകങ്ങൾ. അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലാൻ വേണ്ടി വാടക ഗുണ്ടകളെ ഏൽപ്പിക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ പോലും നടക്കുന്ന രാജ്യത്ത് മൗലികമായ കാര്യം എന്താണ് എന്ന് ചിന്തിക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഇത്തരം സെൻസേഷണൽ സ്റ്റോറീസ് അതിൻ്റെ പിന്നാലെ അങ്ങ് പോവുകയാണ്. കുറേ വാർത്താ ചാനലുകളുണ്ട്, ഇത്തരം അക്രമങ്ങളെ, ക്രിമിനൽ സ്വഭാവത്തിലുള്ള അക്രമങ്ങളെ ഈ നിലയിൽ അവർ ചിത്രീകരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരം കൊലപാതകങ്ങളുടെ വാർത്തകൾ പത്രത്തിൽ വരുന്ന സമയത്ത് മിക്കവാറും വാർത്തകളുടെ കൂടെ ഒരു വാർത്തയുണ്ടാകാറുണ്ട്, പ്രതി മദ്യപാനിയായിരുന്നു, മദ്യപാനത്തിൻ്റെ സ്വാധീനമാണ് ഉള്ളത് എന്ന വാർത്ത ഇതിൽ നിന്ന് വായിക്കാൻ നമുക്ക് ധാരാളമായിട്ട് സാധിക്കുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മദ്യം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഒഴുക്കുന്ന ഒരു സംസ്ഥാനം തന്നെയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കാണുന്ന എന്താണ്? റവന്യൂ വരുമാനം ഉണ്ടാക്കണം. ആ റവന്യൂ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ മദ്യം വിറ്റഴിക്കണം. അതുകൊണ്ട് മദ്യത്തിൻ്റെ വിൽപ്പന, അതിൻ്റെ സാഹചര്യങ്ങൾ, അപ്പോൾ അതിനെതിരായിട്ട് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ മദ്യലോബി അവരെ കാല് തല്ലി പൊളിച്ചു വന്ന് വരും, ആക്രമിച്ചെന്ന് വരും. കാരണം അവരെ രക്ഷപ്പെടാൻ പഴുതുകളേറെയാണ്, മദ്യപാനികൾക്ക് ഇവിടെ സൗകര്യങ്ങൾ കൂടുതലാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അധാർമികതയ്ക്കെതിരായിട്ട് ചലിക്കാൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് അപകടകരമായ ഒരു കരിനിഴലിൻ്റെ കീഴിലാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സന്ദേശവുമായി നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളത് ഈ പ്രകാശം കടക്കാത്ത ഇരുട്ടിൽ ഒരു വെളിച്ചമായി ചെയ്യാനുള്ള നിശ്ചയദാർഢ്യമാണ്. നിങ്ങളെപ്പോലെ നല്ലവർക്ക് ഇങ്ങനെ ഒരു ആശയം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ, സർവശക്തൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ, തിരുനബി കാണിച്ച വഴികളിൽ ആത്മാർത്ഥമായി, സത്യസന്ധമായി, മാനവികതയുടെ ഉദാത്തമായ മൂല്യങ്ങൾ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള നമ്മുടെ പ്രതിജ്ഞ
പുതുക്കുന്നത് കൂടിയായി തീരട്ടെ. ഈ സമ്മേളനം എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി. ശ്രാവൺ.